2025 മെയ്യിൽ അന്തരിച്ച രാജ്യത്തെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനും ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നതുമായ വ്യക്തി ഡോക്ടർ എം.ആർ. ശ്രീനിവാസൻ. ലിബ്ടെക് ഇന്ത്യ നടത്തിയ പഠനത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യക്തിഗത തൊഴിൽ ദിനങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഒഡീഷ 34.8%. തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ അതിർത്തി പുനർനിർണയിച്ച് നടത്തിയ വിഭജനത്തിൽ എത്ര വാർഡുകളാണ് പുതുതായി കൂടിയത്? 1375. ആകെ വാർഡുകൾ 17,337. 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ച കന്നഡ എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ വ്യക്തി ബാനു മുഷ്താഖ്. ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ബാനു മുഷ്താഖിന് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിൻ്റെ ഹാർട്ട് ലാമ്പ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപ ബസ്തി. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ബന്ധു ക്ലിനിക് പദ്ധതി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ട്രൈബ്യൂണലായി ചുമതലയേറ്റത് കെ. സോമൻ. എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ മലയാളി വനിത സഫ്രീന ലത്തീഫ്. ഇന്ത്യക്കായി സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതികവിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആഗ്ര. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആളില്ലാത്ത വിമാനമായ ഇന്ത്യയുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ച സംഘടന നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ്. 2025 മെയ് മാസത്തിൽ കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച രാജ്യവ്യാപക കാർഷിക പ്രചാരണം വീക്ഷിത് കൃഷി സങ്കൽപ് അഭിയാൻ. ഇന്ത്യൻ സൈന്യം ടീസ്റ്റ പ്രഹാർ അഭ്യാസം നടത്തിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ദിര സൗരഗിരി ജലവികാസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന.